അഞ്ജലി പോകാം. ഹലോ ഹലോ. അല്ല മിസ്റ്റർ, ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞില്ലേ? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ഭഗവതി അമ്മേ. നിങ്ങളിരുന്നോ? അവരവര് ജോലി നോക്കിയോ? അവര് ഇന്നലെ കോളേജ് വെച്ച് നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു കയറുക. നീ എന്ത് പേര്? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ? എന്താ ഞാൻ പറയുക, മോഡേണായി ഈ ലോകത്ത് രേഷ്മ, മറിയ, ഷക്കീല, അഭിലാഷ ഇങ്ങനെ പേരിടേണ്ട ഈ കാലത്ത് ഇതുപോലെ ഒരു ദൈവീകമായ പേരോ? അയ്യയ്യേ, ഇതുപോലുള്ള ചളം ഫിഗർ ഇവിടെ നിൽക്കാൻ പാടില്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് 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 ഗോ ഗോ ഗോ. അഖിലാണ്ടേശ്വരി. അയ്യോ, എന്റെ പേര് അതല്ല, അഞ്ജലി. അഞ്ജലി? ഒരിലി, രണ്ടിലി, മൂന്നിലി, നാലിലി അഞ്ജലി? ആ സിനിമയിൽ അഭിനയിച്ച അഞ്ജലി? എന്തായാലും അഞ്ജലി എന്ന് പേരിട്ടിട്ട് അഞ്ജലിന്ന് 2 ട്രെയിനും 3 ബസ്സും കയറി കോളേജിലേക്ക് വരുന്നില്ലേ? പഠിത്തത്തിൽ ആൾക്ക് എന്തൊരു ഇൻട്രസ്റ്റാ. അല്ലല്ല, എന്റെ വീട് അഞ്ജലിയിലല്ല, ലിറ്റിൽ ഫ്ലവർ ചർച്ച് റോഡ്, കലൂർ. ഇവിടെ അടുത്ത് തന്നെയാ. അങ്ങനെയാണോ? അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ്? ഇയാടെ ലൈനാ? ചേച്ചേ, എനിക്ക് ലവറൊന്നുമില്ല. താങ്ക്സ്. താങ്ക്സ് എന്തിനാ പറയുന്നത്? അല്ല, നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും എന്ന് കരുതിയാണ് ഇങ്ങനെ വന്നത്. അതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അഞ്ജലി എവിടുന്നാണ് വരുന്നത്, ഏത് സ്ട്രീറ്റ്, സ്പെഷ്യൽ നോട്ട്, ആരെയും പ്രേമിച്ചിട്ടില്ല. അയ്യോ, തെറ്റായിട്ട് വിചാരിക്കണ്ട കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു. മഴയത്ത് എന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ? അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഉണ്ട് അഞ്ജലി. ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുവള്. ഇതുപോലെ വട്ടുപിടിച്ച ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ല എന്ന്. സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ. അതുകൊണ്ടാണ് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, വേറെ ഒന്നല്ല. എന്താ ഇവൾക്ക് വട്ടാണെന്നാണോ പറയുന്നത്? കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നന്നായിരുന്നു. ഞാൻ എന്റെ അനിയത്തി ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല കേട്ടോ, ഇതെല്ലാം ചുമ്മാ ജസ്റ്റ് ഓഫ് ഫൺ. ഒന്നും ഇയാൾ മനസ്സിൽ വെക്കണ്ട, മറന്നേക്ക്. ഓക്കെ, എന്നാ വരട്ടെ, ബൈ. ചേച്ചി കാണാം. എടി മോളെ, കൈകോട്ട്. അങ്ങനെ ആരടാ ദേവത? ദേവതയോ? ഈ വീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മയല്ലേ? ഈ ദേവതയല്ലടാ, യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ്. കോളേജിൽ വെച്ച് കണ്ടപ്പോഴേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത. ആരാ പറഞ്ഞേ? ഈ പിശാചാണോ പറഞ്ഞേ? അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത്? അയ്യോ എന്റെ മണി, അഭിഷേകമില്ല, ഒരർച്ചനയില്ല. എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു. അതൊന്ന് സംസാരിച്ച് അത്രേ ഉള്ളൂ. എന്നാ ടേസ്റ്റ്? മണ്ണാങ്കട്ട ടേസ്റ്റ്. മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ? അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ? എടാ, കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേ? നാണമില്ലേ? ഒന്ന് നിർത്തമ്മേ. എന്റെ അമ്മേ, കയ്യേകാല വീണ് പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്നതേ കെട്ടിയവന്റെ ജോലിയാണ്, എന്റെ പണിയല്ല. അതൊക്കെ വിട്ടു കാണാം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ, അത്ര തന്നെ. ഹീറോ, ആ കമ്പ്യൂട്ടർ പെണ്ണ് കോളേജിൽ എങ്ങനെ വന്നെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നാടകം കളിച്ചതാ. എന്റെ പൊന്നു മോളെ, എന്നെ ഒന്ന് വെറുതെ വിടുവോ?